ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗീതുസ് കിച്ചൺ. ഇന്നത്തേത് നല്ല സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പ്രോൺസ് കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് പ്രോൺസ് കട്ട്ലേറ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടെ നോട്ടിഫിക്കേഷൻ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ പ്രോൺസ് കട്ട്ലേറ്റ് തയ്യാറാക്കാനുള്ള ഐറ്റംസൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് തേങ്ങ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാണ്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഒരുപാട് വലിപ്പമുള്ള തേങ്ങയുടെ അരമുറിയല്ല, അത്യാവശ്യം ഒരു മീഡിയം സൈസുള്ള തേങ്ങയുടെ അരമുറി തേങ്ങ എടുത്തിട്ടുള്ളൂ കേട്ടോ. അധികം തേങ്ങ ആയി കഴിഞ്ഞാൽ പ്രോൺസ് കട്ട്ലേറ്റിൻ്റെ ടേസ്റ്റ് പോവും. അപ്പോൾ തേങ്ങ കുറച്ച് മതി. അപ്പോൾ തേങ്ങ ഞാൻ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനത് ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ബാക്കി പരിപാടികൾ മുഴുവൻ നമ്മൾ ചോപ്പറിലാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ ഞാനിവിടെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് എടുത്ത് പറയാത്തത്. എന്നിട്ട് നമുക്ക് ഇതിന് വേണ്ട മസാലപ്പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം. ചതച്ച മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ് ഇത്രയുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. ഒരുപാട് അരങ്ങി പോകണ്ട. ചോപ്പറിലിട്ടാണെങ്കിലും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് മാത്രം ചോപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഉള്ളി, ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഞാനൊന്ന് ചോപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി നല്ലതുപോലെ പിഴുങ്ങി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെമ്മീനും ഒന്നുകൂടി നമുക്ക് ചോപ്പ് ചെയ്തെടുക്കണം. ചെമ്മീൻ ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്താൽ മാത്രം മതി. ഒരുപാട് അങ്ങോട്ട് പ്രസ് ചെയ്ത് വെച്ചിട്ട് ചോപ്പ് ആക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. ചെമ്മീൻ ഒരുപാട് അരങ്ങി പോയി കഴിഞ്ഞാൽ ആ ഒരു ചെമ്മീൻ നമുക്ക് കടിക്കാൻ കിട്ടില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുനിന്നുള്ള ബ്ലേഡൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ നമ്മൾ പ്രസ് ചെയ്ത് മാത്രം കൊടുത്തിട്ടുള്ളതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ മിക്സ് ആകാണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ലതുപോലെ ഒന്ന് കൈകൊണ്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതേ പ്രോസസ്സ് തന്നെ മിക്സിയുടെ ജാറിലിട്ടും ചെയ്യാം കേട്ടോ. ചെമ്മീനും ആ ഉള്ളിയൊക്കെ ഒന്ന് അരങ്ങി പോകാണ്ട് ശ്രദ്ധിച്ചാൽ മാത്രം മതി. മിക്സിയുടെ ജാറിലിട്ടിട്ടാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് എടുത്താൽ മാത്രം മതി കേട്ടോ. തേങ്ങ മാത്രം ആദ്യം ഇട്ടൊന്ന് അടിച്ചിട്ട് ബാക്കിയുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് മാത്രം എടുത്താൽ മതി. ഉപ്പ് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവുള്ളതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുന്നതായിരിക്കും ടേസ്റ്റ്. ഇനി ഞാൻ ചെറിയൊരു പാത്രത്തിൽ എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഞാനൊന്ന് കൈ ഒന്ന് തടകുകയാണ്. നമ്മുടെ പ്രോൺസ് കട്ട്ലേറ്റ് പരത്തുമ്പോൾ കൈ ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ കയ്യിലൊന്ന് എണ്ണ തടകുന്നത്. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രോൺസ് കട്ട്ലേറ്റിൻ്റെ മിക്സ് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം കയ്യിലിട്ട്. നല്ലതുപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ തം ഫിംഗർ കൊണ്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കട്ട്ലറ്റിൻ്റെ വലിപ്പമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുതാക്കി ചെറുതാക്കിയൊക്കെ ചെയ്യാം. പ്രോൺസ് കട്ട്ലറ്റ് എപ്പോഴും അധികം വലുതാക്കാണ്ടിരിക്കുന്നതാണ് ടേസ്റ്റ്. കാണാനൊക്കെ ഒരു ഭംഗി. ഇങ്ങനെ ചെറിയ പ്രോൺസ് കട്ട്ലറ്റ് ആണ്. അപ്പം ഞാൻ ആദ്യത്തെ ഒരെണ്ണം നല്ലതുപോലെ പരത്തിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കയ്യിൽ എണ്ണ തടകിയിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഇപ്പുറത്തെ കയ്യിലും എണ്ണ തടകിയിട്ട് നമ്മുടെ കൈവെള്ളയിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് പരത്തി എടുക്കാം. അപ്പോൾ നമുക്ക് രണ്ട് കൈയും യൂസ് ചെയ്തിട്ട് പരത്തുമ്പോൾ കുറച്ചുകൂടി സ്പീഡിൽ ചെയ്യാൻ പറ്റും. നമ്മൾ രണ്ട് കയ്യിലും എണ്ണ തടകിയിട്ടുള്ളതുകൊണ്ടാണ് നമ്മുടെ പ്രോൺസ് കട്ട്ലറ്റിൻ്റെ മിക്സ് നമ്മുടെ കയ്യിൽ സ്റ്റിക്ക് ചെയ്യാണ്ട് ഇതേപോലെ വിട്ട് വരുന്നത്. ഇനി നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ എപ്പോഴും ചെയ്യുമ്പോൾ ഇതേപോലെ ഒറ്റ കൈ കൊണ്ടാണ് ചെയ്യാറ്. ഇതേപോലെ തം ഫിംഗറും കൊണ്ട് പ്രസ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കാറ്. എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് അതാണ്. കുറച്ച് സ്പീഡിലൊക്കെ ചെയ്യണമെങ്കിൽ രണ്ട് കൈ യൂസ് ചെയ്യും. നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തത് ചെറുതായിട്ടൊന്ന് ഞാൻ നീക്കി കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് പൊടിഞ്ഞൊന്നും പോവില്ല കേട്ടോ ഈ കട്ട്ലേറ്റ്. നമ്മൾ മീറ്റ് കട്ട്ലേറ്റും ചിക്കൻ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുന്ന പോലെ പെട്ടെന്ന് അങ്ങനെ പൊടിഞ്ഞൊന്നും പോവില്ല. അതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോവില്ല കേട്ടോ. ഒട്ടും നമ്മൾ വെള്ളം ചേർക്കാണ്ട് വേണം എല്ലാ സാധനങ്ങളും ഒന്ന് ഒതുക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ബാക്കിയെല്ലാം ഞാൻ ഇതേപോലെ ആക്കിയിടുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തത് ഞാൻ ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേഗം മറിച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വശത്തും ഒരുപോലെ തന്നെ കളറായി കിട്ടും. നമ്മൾ പച്ചക്കാണ് ചെയ്യുന്നതെങ്കിലും അധികം വേവൊന്നുമില്ല കേട്ടോ ഈ പ്രോൺസ് കട്ട്ലറ്റിന്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് ഒരു മീഡിയം ചൂടാക്കി കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ പ്രോൺസ് കട്ട്ലറ്റ് പൊരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പ്രോൺസ് കട്ട്ലറ്റൊക്കെ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കളറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ടതിൻ്റെ കളർ നല്ലോണം മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ആദ്യം എടുത്ത് മാറ്റുകയാണ്. നമുക്കിതേപോലെ ഒരു അരിപ്പ കയ്യിൽ ഒന്ന് എണ്ണയൊക്കെ ഊറ്റിയെടുക്കാം. ടിഷ്യൂ പേപ്പറിലൊന്നും വെച്ചിട്ട് ആ എണ്ണ ഒന്നും വലിച്ചു കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. വെളിച്ചെണ്ണ ആയതുകൊണ്ട് പ്രോൺസ് കട്ട്ലേറ്റ് ആ വഴി വെളിച്ചെണ്ണ ടേസ്റ്റ് തന്നെയാണ്. ബാക്കിയും ഞാൻ ഇതേപോലെ കോരി എടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ അടിപൊളി പ്രോൺസ് കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി റെസിപ്പിയുമാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ പൊട്ടിക്കുമ്പോൾ കാണുന്നില്ലേ ആ പച്ചമുളകിൻ്റെയും ഉള്ളിയുടെയും ചെറിയ പ്രോൺസിൻ്റെ ഒക്കെ കഷ്ണങ്ങൾ, അതുകൊണ്ടാണ് നമ്മൾ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അരച്ചെടുത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് തേങ്ങ കടിക്കുന്ന പോലെ തന്നെ ചെറിയൊരു പ്രോൺസിൻ്റെ ടേസ്റ്റ് മാത്രമേ കിട്ടുള്ളൂ. ഇടയ്ക്ക് ഈ ഒരു വൈറ്റ് കിട്ടുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ടാണ് പ്രത്യേകം അരച്ച് കളയരുതെന്ന് പറയുന്നത്. അതേപോലെ ഒട്ടും വെള്ളം ചേർക്കാണ്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇൻഗ്രീഡിയൻസിൽ 3/4 കിലോ പ്രോൺസ് എന്ന് ഉദ്ദേശിക്കുന്നത് മീറ്റ് അല്ല കേട്ടോ. 3/4 കിലോ പ്രോൺസ് മേടിച്ചിട്ട് കില്ലി എടുത്തിട്ടുള്ള മീറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോൺസ് കട്ട്ലറ്റ് ചെയ്തിട്ടുള്ളത്. ഈ റെസിപ്പിയിൽ പ്രോൺസ് പച്ചക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനിയൊരു റെസിപ്പിയിൽ നമുക്ക് പ്രോൺസ് വേവിച്ചിട്ടുള്ള കട്ട്ലറ്റ് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രോൺസ് കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.